നാളെ നമുക്ക് തിങ്കളാഴ്ച മാത്രമല്ല സംകഷ്ടഹര ചതുർത്ഥിയും കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ വേപ്പ് മരത്തിനടുത്ത് ഇത് ഒന്നു കളയുക. ഇങ്ങനെ കളഞ്ഞാൽ തീർച്ചയായും കോടീശ്വരന്മാരായി മാറും. അതുപോലെ ഗണപതിയുടെ അനുഗ്രഹവും ലഭിക്കും. വേപ്പ് മരത്തിനടുത്ത് ഇത് കളയുന്നതിലൂടെ നല്ല ഫലങ്ങൾ കാണാൻ സാധ്യതയുണ്ട് എന്ന് പറയാം. വേപ്പ് മരത്തെയും നമ്മൾ ദേവതാ വൃക്ഷമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് വേപ്പ് മരത്തിന്റെ അടുത്തുള്ളത് കളയുന്നതുകൊണ്ട് നമ്മുടെ ജീവിതം മാറിമറിയും. അതും നിമിഷങ്ങൾക്കുള്ളിൽ മാറിമറിയാൻ സാധ്യതയുണ്ട്. ജാതക ദോഷങ്ങൾ, ജാതക പ്രശ്നങ്ങൾ, പലതരം നഷ്ടങ്ങൾ, കഷ്ടപ്പാടുകൾ ഇതെല്ലാം മാറിപ്പോകും. വളരെ നല്ല ഫലം കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാളെ നമുക്ക് തിങ്കളാഴ്ചയോടൊപ്പം സംകഷ്ടഹര ചതുർത്ഥി വന്നിട്ടുള്ളതുകൊണ്ട് ഈ പരിഹാരം തീർച്ചയായും ചെയ്യുക. അതുപോലെ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നാളെ സംകഷ്ടഹര ചതുർത്ഥി ആണല്ലോ, അത് വളരെ ശക്തമായ ഒന്നാണ്. തിങ്കളാഴ്ച വരുന്നത് കൂടുതൽ പ്രത്യേകതയുള്ളതാണ്. അതിനാൽ ഇന്ന് രാവിലെ ഉണരുക. ഇങ്ങനെ ഉണർന്ന് വീടും മുറ്റവും വൃത്തിയാക്കുക. അങ്ങനെ ചെയ്ത ശേഷം മനോഹരമായി വാതിലിന് മഞ്ഞൾ പുരട്ടി കുങ്കുമം കൊണ്ട് പൊട്ട് തൊടുക. മുറ്റത്ത് രംഗോലി ഇടുക. വീടിന്റെ അകത്ത് മുഴുവൻ മഞ്ഞൾ വെള്ളം തളിച്ച് വീട് വൃത്തിയാക്കുക. അതിനുശേഷം കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾ, അതായത് ഒരു നുള്ളു മഞ്ഞൾ ചേർത്ത് കുളിക്കുക. അങ്ങനെ ചെയ്തതിനു ശേഷം കഴുകിയ വസ്ത്രങ്ങൾ ധരിച്ച് നമ്മൾ ഗണപതിയെ പൂജിക്കണം. തിങ്കളാഴ്ചയായതുകൊണ്ട് ഗണപതിയെ പൂജിച്ച് ശിവനെയും നമുക്ക് പൂജിക്കാം. അതുപോലെ ഗണപതിയെ നിഷ്ഠയോടെയും നിയമങ്ങളോടെയും പൂജിക്കണം. ഇന്ന് ഗണപതിക്ക് വഴിപാട് നേർന്നാലും ഗണപതിയെ പൂജിച്ചാലും ഗണപതിയോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയാതെ തന്നെ അവ തീർച്ചയായും സഫലമാകുമെന്ന് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഗണപതിയുടെ ചിത്രം വൃത്തിയാക്കിയ ശേഷം ആ ചിത്രത്തിന് ചുവന്ന പൂക്കൾ, അതായത് ചെമ്പരത്തി പൂക്കളോ റോസാപ്പൂക്കളോ ഉപയോഗിച്ച് മനോഹരമായി അലങ്കരിക്കുക. ഗരികമാല സമർപ്പിക്കുക. ഗരികമാല ഇല്ലെങ്കിൽ 21 ഗരികപ്പൂക്കൾ എടുത്ത് അവയും നമുക്ക് ഗണപതിക്ക് സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ മനോഹരമായി സമർപ്പിച്ച ശേഷം നിങ്ങൾ ദീപം കൊളുത്തുക. വെളിച്ചെണ്ണ ഉപയോഗിച്ച് ദീപം കൊളുത്തുന്നത് വളരെ നല്ലതാണ്. സംകഷ്ടഹര ചതുർത്ഥി വന്ന ദിവസം എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ കൊണ്ട് വിളക്ക് കത്തിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന് പുരാണങ്ങളിൽ പറയപ്പെടുന്നു. സാധിക്കുമെങ്കിൽ വെളിച്ചെണ്ണ കൊണ്ട് 2 വിളക്കുകൾ കത്തിക്കുക. സാധിച്ചില്ലെങ്കിൽ സാധാരണയായി ദിവസവും എങ്ങനെയാണോ വിളക്ക് കത്തിക്കുന്നത് അതുപോലെ വിളക്ക് കത്തിക്കുക. വിളക്ക് കത്തിച്ച ശേഷം ഒരു ഗ്രാമ്പൂ എടുത്ത് കയ്യിൽ പിടിച്ച് സങ്കല്പം പറഞ്ഞ് ആ ഗ്രാമ്പൂ വിളക്കിൽ ഇടുക. അത് മതിയാകും. വിളക്ക് കെട്ട ശേഷം ഗ്രാമ്പൂ എടുത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇടുക. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വിളക്കും ധൂപവും നൈവേദ്യങ്ങളോടെ സ്വാമിയെ പൂജിക്കണം എന്നർത്ഥം. അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് നൈവേദ്യം ഉണ്ടാക്കി വെക്കാം. സാധിക്കുന്നില്ലെങ്കിൽ ഓർക്കുക, വീട്ടിലുള്ള ശർക്കര കഷ്ണമോ പഴങ്ങളോ വെക്കണം. തേങ്ങ ഉടക്കുക. അതിനുശേഷം വീട്ടിൽ ഈ രീതിയിൽ പൂജ ചെയ്യുക. ഇങ്ങനെ പൂജ ചെയ്ത് ഗണപതിയെ, അതായത് ഇങ്ങനെ പൂജിച്ച ശേഷം അവസാനമായി ആരതി ഒഴിഞ്ഞ ശേഷം കുറച്ചുനേരം ഗണപതിയുടെ ചിത്രത്തിന് മുന്നിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഓം വക്രതുണ്ടായ നമ, അല്ലെങ്കിൽ ഓം ഗണപതയെ നമ, അല്ലെങ്കിൽ ഓം ഗം ഗണപതയെ നമ എന്ന മന്ത്രം ഗണപതിയുടെ നാമങ്ങൾ 21 തവണ ജപിക്കുക. ഇങ്ങനെ 21 തവണ ജപിച്ചാൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും. നമ്മൾ വിളക്ക് വെച്ചല്ലോ, ആ വിളക്ക് കാരണം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഇല്ലാതാകുമെന്ന് പറയാം. അതുകൊണ്ട് ദീപം 2 നേരവും കൊളുത്തുക. രാവിലെയും വൈകുന്നേരവും ദീപം കൊളുത്തുന്നത് നല്ലതാണ്.
അതിനുശേഷം തുളസിത്തറയുടെ അടുത്തും പൂജ ചെയ്യുക, അത് മതിയാകും. ഇങ്ങനെ ചെയ്ത ശേഷം നിങ്ങൾ പരംശിവനെ, അതായത് ശിവൻ അഭിഷേകം ചെയ്യാം, ശിവനെ പൂജിക്കുകയും ചെയ്യാം. ഈ ദിവസം ഇങ്ങനെ പൂജിക്കുന്നത് നല്ലതാണ്. മുഴുവൻ കെട്ടിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ സഫലമാകുമെന്ന് പുരാണ ഗ്രന്ഥങ്ങളിലും പറയുന്നു. അതുകൊണ്ട് അരിയും അടക്കയും, അതുപോലെ ഈന്തപ്പഴം, കറുകപ്പുല്ല്, പിന്നെ 11 രൂപയുടെ ഒരു ചുവന്ന തുണി എടുത്ത് അതിൽ വെച്ച് കെട്ടി നമ്മുടെ ആഗ്രഹം പറഞ്ഞാൽ ഗണപതി നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ചു തരുമെന്ന് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ ഗണപതിക്ക് ഈ രീതിയിൽ കെട്ടിവെച്ച് അതിനുശേഷം ആ കെട്ട് വൈകുന്നേരം അഴിച്ചു വീണ്ടും അതിലുള്ള അരിയും അടക്കയും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. ആ അരി കൊണ്ട് ഗണപതിക്ക് പായസം ഉണ്ടാക്കി വെക്കാം. അല്ലെങ്കിൽ ആ കെട്ട് നമുക്ക് വീട്ടിൽ അതുപോലെ വെച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം എടുത്ത് നമുക്ക് ഗണപതിക്ക് എന്തെങ്കിലും നിവേദ്യം ഉണ്ടാക്കി വെക്കാം. ഈ രീതിയിലും ചെയ്യാം. അതുകൊണ്ട് നാളെ കൃത്യമായ നിയമങ്ങളോടെ പൂജ ചെയ്യുക. പൂജ ചെയ്യുമ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കുക. രാവിലെ 10 മണിക്ക് മുൻപ് വിളക്ക് കൊളുത്തുന്നത് നല്ലതാണ്. കൂടാതെ കാലുകളിൽ മഞ്ഞൾ പുരട്ടി നെറ്റിയിൽ പൊട്ട് തൊടുക. മറ്റൊന്ന്, തലമുടി അഴിച്ചിട്ട് പൂജ ചെയ്യരുത്. ആ പൂജയ്ക്ക് ഒരു ഫലവും ഉണ്ടാകില്ല. ഇത് എപ്പോഴും ഓർമ്മിക്കുക. ഇനി ഈ രീതിയിൽ വീട്ടിൽ പൂജ ചെയ്താൽ നല്ല ഫലം ലഭിക്കുമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നു. അതിനുശേഷം ഇന്ന് സമയമോ സന്ദർഭമോ നോക്കാതെ വേപ്പ് മരത്തിനടുത്ത് ഇത് കളയുക. ഇങ്ങനെ ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും. വേപ്പ് മരത്തെ ഒരു ദേവതാ വൃക്ഷമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് വേപ്പ് മരത്തിനടുത്ത് ചെയ്യുന്ന പരിഹാരങ്ങളെല്ലാം നമുക്ക് ഫലം നൽകും. വേപ്പ് മരത്തിന് വളരെ വളരെ പവിത്രതയുണ്ട്. അതുകൊണ്ട് വേപ്പ് മരത്തിനടുത്ത് ഇത് ഇട്ടാൽ നമ്മുടെ ജീവിതം മാറും. ദരിദ്രനും ധനികനാകും. അതുപോലെ തന്നെ ഒരു തടസ്സങ്ങളും ഉണ്ടാകില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. നല്ല ഫലങ്ങൾ കാണാൻ അവസരമുണ്ടാകും. ജാതകത്തിൽ പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രഭാവം ഉണ്ടാകും, അല്ലേ? പലരും പറയും, ഞങ്ങളുടെ ജാതകം മോശമാണ്, ഞങ്ങളുടെ ജാതകം നീചമാണ്, ഞങ്ങൾക്ക് ഗ്രഹങ്ങൾ അനുകൂലമല്ല, ഞങ്ങളുടെ അവസ്ഥകൾ ശരിയല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്. പൂർവകർമ്മ ശാപങ്ങളും പാപങ്ങളും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ഇവയിൽ നിന്ന് ഞങ്ങൾ പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലേ? അങ്ങനെയുള്ളവർ എന്താണെന്ന് വെച്ചാൽ വേപ്പ് മരത്തിന്റെ അടുത്ത് ഇത് ഇടുന്നത് വഴി തീർച്ചയായും മാറ്റം ഉണ്ടാകും. ആ മാറ്റം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. ഒന്നുമില്ല. വേപ്പ് മരം നമുക്ക് കാണാൻ സാധിക്കും. വേപ്പ് മരത്തിന്റെ അടുത്തേക്ക് നമ്മൾ പോകാറില്ലേ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള വേപ്പ് മരത്തിന്റെ അടുത്തേക്ക് പോകുക. അങ്ങനെ പോയതിനു ശേഷം എന്താണെന്ന് വെച്ചാൽ പോകുന്നതിന് മുൻപ് 2 ഏലക്കായ എടുക്കുക. ഏലക്കായ്ക്ക് അതീത ശക്തിയുണ്ട്. ഏലക്കകൾ മിക്കവാറും നമ്മുടെ ദോഷങ്ങളെ നീക്കം ചെയ്യാനും നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനും ഉപയോഗപ്രദമാണ്. 2 ഏലക്കകൾ എടുത്ത് വേപ്പുമരം എവിടെയാണോ ഉള്ളത് അവിടേക്ക് പോയി 2 തവണ കൈകൊണ്ട് വേപ്പുമരത്തിൽ തൊടുക. ഇങ്ങനെ തൊട്ട ശേഷം 3 പ്രദക്ഷിണം ചെയ്യുക. ചെയ്ത ശേഷം 2 ഏലക്കകൾ കയ്യിൽ പിടിക്കുക. അങ്ങനെ പിടിച്ച് നിങ്ങളുടെ ജാതക പ്രശ്നങ്ങൾ മാറണമെന്നും നിങ്ങൾക്ക് തടസ്സങ്ങൾ വരാതിരിക്കണമെന്നും ബുദ്ധിമുട്ടുകൾ വരാതെയിരിക്കണമെന്നും നിങ്ങളുടെ ജീവിതം മാറണമെന്നും നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളെല്ലാം മാറണമെന്നും ഇതെല്ലാം സങ്കൽപ്പിക്കുക, പറയുക. അങ്ങനെ പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഏലക്കായ ഉണ്ടല്ലോ, അത് എന്താണെന്ന് വെച്ചാൽ വേപ്പ് മരത്തിന്റെ അടുത്ത് കളയുക. അങ്ങനെ കളഞ്ഞതിന് ശേഷം പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത്. നോക്കിയാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തത് പാഴായി പോകും. പരിഹാരം: അതുകൊണ്ട് നമ്മൾ പറഞ്ഞ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ നന്നായി പ്രവർത്തിക്കില്ല. അത് എന്താണെന്ന് വെച്ചാൽ പ്രവർത്തിക്കാതെ പോകും. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കളഞ്ഞതിന്
ശേഷം ഒരിക്കൽ കൂടി പിന്നോട്ട് തിരിഞ്ഞു. നോക്കരുത്. അങ്ങനെ വീണ്ടും നോക്കിയാൽ എന്താണെന്ന് വെച്ചാൽ ഫലങ്ങൾ ലഭിക്കില്ലെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും നോക്കാതെ എന്താണെന്ന് വെച്ചാൽ വേപ്പ് മരത്തിന്റെ അടുത്ത് ഇത് കളഞ്ഞ് എന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് വരിക. അത് മതിയാകും. നോക്കൂ, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ, നഷ്ടങ്ങൾ, നിങ്ങൾക്ക് വരുന്ന തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ, അതുപോലെ ഈ വിഘ്നങ്ങളും ഉണ്ടാകും. കഥ ഇവയെല്ലാം ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. നല്ല ഫലം കാണാനുള്ള സാധ്യതയും ഉണ്ടെന്ന് പറയാം. അതുകൊണ്ട് നാളെ തിങ്കളാഴ്ചയോടൊപ്പം വരുന്ന സംഷ്ടാര ചതുർത്ഥി ദിവസം മറക്കാതെ ഈ കാര്യം ചെയ്തോളൂ. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കൂ. ഇത് വളരെ വളരെ ശക്തമായ ഒരു പരിഹാരമാണ്. ഈ പരിഹാരത്തിലൂടെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ജീവിതം മാറുകയും ചെയ്യും. നിങ്ങളുടെ ഗ്രഹസ്ഥിതി മെച്ചപ്പെടും. ജാതക ദോഷങ്ങളോടൊപ്പം പലതരം പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തുവരാൻ സാധ്യതയുണ്ട്. ഇതൊരു വളരെ ശക്തമായ പരിഹാരമാണ്. പലരും ഇത് അനുഷ്ഠിക്കാറുണ്ട്. തിഥി, വാരം, നക്ഷത്രങ്ങൾ നല്ലതായിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളും പരിഹാരങ്ങളും ചെയ്താൽ അവ തീർച്ചയായും ഫലിക്കും എന്നർത്ഥം. ചിലർക്ക് ഫലങ്ങൾ വരുമോ ഇല്ലയോ എന്ന് സംശയമുണ്ടാകാം. പക്ഷേ അങ്ങനെയല്ല. തീർച്ചയായും ഫലങ്ങളുണ്ടാകും. ഇല്ലെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നമ്മൾ വിശ്വാസത്തോടെ ചെയ്യണം. അപ്പോഴാണ് ഫലം കൂടുതലായി ലഭിക്കുന്നത്. അതുപോലെ നാളെ തിങ്കളാഴ്ചയാണല്ലോ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി പോകുകയാണെങ്കിൽ ഗണപതിയുടെ നാമം ജപിച്ചുകൊണ്ട് പോകുക. ഓം ഗം ഗണപതി നമസ്കാരം. അപ്രതീക്ഷിതമായി പോകുകയാണെങ്കിൽ ഓം വക്രതുണ്ടായ ഹും എന്ന് ജപിക്കുക. ഏതായാലും ഗണപതിയുടെ നാമം ജപിച്ചുകൊണ്ട് പോയാൽ തീർച്ചയായും നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ വിജയകരമാകും. കാര്യങ്ങളിൽ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകില്ല. കാര്യങ്ങൾ നന്നായി നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഗണപതിയുടെ നാമം ജപിച്ചുകൊണ്ട് പോകുക. ഇനി നാളെ തിങ്കളാഴ്ചയാണല്ലോ. ഇപ്പോൾ പറയുന്ന രീതിയിൽ ഈ പരിഹാരം ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി പണം ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടും. അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് പറയാം. അതുകൊണ്ട് നാളെ തിങ്കളാഴ്ച കർപ്പൂര വില്ലകളുമായി ഈ ജോലി ചെയ്യുന്നവരുടെ ജീവിതം തീർച്ചയായും മാറും. അവർക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. കർപ്പൂരം ദേവന്മാർക്കും ദേവിമാർക്കും വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് നാളെ തിങ്കളാഴ്ച പൂജ ചെയ്ത് ശേഷം കുറച്ച് പച്ച കർപ്പൂരം എടുക്കുക. എന്നിട്ട് ഭഗവാന്റെ ചിത്രത്തിനു മുന്നിൽ, അതായത് ഗണപതിയുടെ ചിത്രത്തിനു മുന്നിലോ ശിവ പാർവതിമാരുടെ ചിത്രത്തിനു മുന്നിലോ വെക്കുക. അങ്ങനെ വെച്ച ശേഷം അത് എടുത്ത് നിങ്ങളുടെ പേഴ്സിൽ വെക്കാം. ഞങ്ങളുടെ അടുത്ത് പച്ച കർപ്പൂരം ഇല്ലെങ്കിൽ സാധാരണയായി ഒരു കർപ്പൂരവില്ല എടുക്കുക. നമ്മൾ ആരതി ഒഴിയാറില്ലേ, അത് എടുക്കുക. അങ്ങനെ എടുത്ത ശേഷം കൈകൊണ്ട് പൊടിച്ച് ആ പൊടി പൂജാമുറിയിൽ ദേവന്റെ ചിത്രങ്ങളുടെ അടുത്ത് വിതറുക. ആ പൂജാമുറിയിലുള്ള കുറച്ച് കർപ്പൂരപ്പൊടി നമ്മൾ വിതറില്ലേ, അത് എടുത്ത് നിങ്ങളുടെ പേഴ്സിൽ കുറച്ച് വിതറുക. കാരണം നല്ല സുഗന്ധം വരുമല്ലോ കർപ്പൂരത്തിന്. അങ്ങനെ നല്ല സുഗന്ധം വരുന്നിടത്ത് ധനം ആകർഷിക്കപ്പെടും. ധനപരമായ പ്രശ്നങ്ങൾ തീരാൻ സാധ്യതയുള്ളതുകൊണ്ട് പേഴ്സിൽ കുറച്ച് വിതറുക. പച്ച കർപ്പൂരം ഉണ്ടെങ്കിൽ നേരിട്ട് പേഴ്സിൽ വെക്കുക. ഇല്ലെങ്കിൽ പേഴ്സിൽ അടിഭാഗം ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് പൊടി വിതറുക. അങ്ങനെ വിതറിയാൽ നിരന്തരം പണം ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അനാവശ്യ ചെലവുകൾ കുറയും. ചെലവുകളിൽ നിന്ന് രക്ഷപ്പെടാം. ചെലവ് എന്താണെന്ന് വെച്ചാൽ അത് അധികം കൂടാതെ ഇരിക്കാൻ ഈ പരിഹാരം സഹായിക്കും. ഇത് വളരെ നല്ല ഫലം നൽകും. അതുകൊണ്ട് കർപ്പൂരം കൊണ്ട് ഈ കാര്യം ചെയ്യുക. അതുപോലെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ കർപ്പൂരം കൊണ്ട് പലതരം പരിഹാരങ്ങൾ ചെയ്യാം. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ആ പ്രശ്നം കാരണം ഞങ്ങൾ വളരെ കഷ്ടപ്പെടുന്നു. ആ പ്രശ്നം ഞങ്ങൾക്ക് മാറുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല.
എന്ന് കരുതുന്നവർ ഇപ്പോൾ പറയുന്നതുപോലെ ഈ കർപ്പൂര പരിഹാരം ചെയ്യുക. ഒന്നുമില്ല, 4 കർപ്പൂരവില്ലകൾ എടുക്കുക. 4 എണ്ണം എടുക്കണം, തീർച്ചയായും 4 എണ്ണം എടുക്കണം. കാര്യം നടക്കുന്നില്ലല്ലോ. ആ കാര്യം നടക്കാൻ, അതുപോലെ ആ പ്രശ്നം മാറാൻ 4 കർപ്പൂരവില്ലകൾ എടുത്ത് നന്നായിട്ട് എന്താണെന്ന് വെച്ചാൽ വലത് കൈയിൽ പിടിച്ച് തലയ്ക്ക് ചുറ്റും എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞത് ഒരു 7 തവണ കറക്കുക. അങ്ങനെ കറക്കിയ ശേഷം അവയെ വീടിന് പുറത്ത് വെച്ച് കത്തിക്കുക. ഇങ്ങനെ കത്തിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കും. നിങ്ങളുടെ പ്രശ്നം തീരും, കഷ്ടപ്പാടുകൾ അകലും. വേണമെങ്കിൽ ചെയ്തു നോക്കൂ. തീർച്ചയായും മാറ്റം ഉണ്ടാകും. പ്രശ്നത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നതുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ പ്രശ്നത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ പ്രശ്നത്തിന് വേണ്ടി ഇത് ചെയ്യണം. പച്ച കർപ്പൂരം കൊണ്ട് ചെയ്യരുത്. സാധാരണ കർപ്പൂരവില്ല കൊണ്ട് ചെയ്യുക. നല്ല ഫലം ലഭിക്കും. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് സംശയം വന്നേക്കാം. വൈകുന്നേരം 5 മണി കഴിഞ്ഞ ശേഷം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. രാത്രി സമയങ്ങളിൽ എപ്പോൾ ചെയ്താലും ഫലം ലഭിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യത ഉണ്ടാകും. വളരെ വളരെ ശക്തമായ പരിഹാരമാണിത്. വളരെ നന്നായിട്ട് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളിൽ തടസ്സങ്ങളില്ലാതെ ചെയ്യാൻ ഉപകരിക്കുന്ന പരിഹാരമാണെന്ന് പറയാം. നമ്മൾ എന്താണെന്ന് വെച്ചാൽ കർപ്പൂരമല്ലേ? കർപ്പൂരം കൊണ്ട് എന്ത് സംഭവിക്കും? കേവലം ഭഗവാന് ആരതി നൽകാൻ മാത്രമേ ഇത് ഉപയോഗിക്കൂ എന്ന് നമ്മൾ കരുതും. എന്നാൽ കർപ്പൂരം എന്താണെന്ന് വെച്ചാൽ അതീത ശക്തിയുള്ളതാണ്. വളരെ അധികം ശക്തി ഉണ്ടാകും കർപ്പൂരം കൊണ്ട്. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് അത് ഗുണകരമാകാൻ സാധ്യതയുണ്ടെന്ന് പറയാം. അത്ര എന്തിനാണ് നമ്മൾ അലമാരയിൽ പണം വെച്ചാൽ എത്ര ചെലവാകുന്നു? അലമാരയിൽ പണം ഒട്ടും നിൽക്കില്ല. നമ്മൾ എത്ര വെച്ചാലും അത്രയും ചെലവായിക്കൊണ്ടിരിക്കും. എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല അല്ലേ? അങ്ങനെയെങ്കിൽ 2 കർപ്പൂരവില്ലകൾ എടുത്ത് കൈകൊണ്ട് പൊടിച്ച് അതിനുശേഷം ആ 2 കർപ്പൂരവില്ലകൾ പൊടിച്ച ശേഷം നിങ്ങൾ അലമാരയിലെ ലോക്കറിൽ പണം സൂക്ഷിക്കുന്നിടത്ത് അത് വിതറുക. മുഴുവൻ പൊടിയും വിതറുക. നോക്കൂ, വെച്ച പണം വെച്ചതുപോലെ നിങ്ങളുടെ കണ്ണിന് കാണാം. അതായത് അനാവശ്യ ചെലവുകൾ കൂടില്ല. ചെലവ് ഒരു പരിധിയിൽ കൂടും. അതുപോലെ അല്ലാതെ മറ്റൊന്ന് എന്തെന്നാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ചെലവുകൾ കൂടാതെ കൃത്യമായി ഒരു പരിധിയിൽ ചെലവാകും. പണം ഇന്ന് വെച്ചാൽ നാളെ തന്നെ എടുക്കേണ്ട ആവശ്യം നമുക്ക് വരില്ല. ഒരു പരിധി വരെ എന്താണെന്ന് വെച്ചാൽ ചെലവ് തീർന്നു പോകും. അനാവശ്യ ചെലവുകൾ കുറയാൻ സാധ്യതയുണ്ട്. നമ്മുടെ കണ്ണിന് എന്താണെന്ന് വെച്ചാൽ അലമാരയിൽ പണം കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ്. അങ്ങനെ മനോഹരമായി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പരിഹാരം പ്രവർത്തിക്കുന്നതുകൊണ്ട് ചെയ്തോളൂ. തീർച്ചയായും മാറ്റം ഉണ്ടാകും. അതുപോലെ നല്ല ഫലങ്ങൾ കാണും. എപ്പോഴാണെങ്കിലും വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ അനുകൂല സാഹചര്യമില്ലെന്ന് കരുതുക. വീട്ടിൽ അനുകൂല സാഹചര്യമില്ല, അതുപോലെ ഞങ്ങൾക്ക് വീട്ടിൽ ബുദ്ധിമുട്ടുകളുണ്ടെന്ന്. വീടിന് ചുറ്റും എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഞങ്ങൾക്ക് ശല്യങ്ങളുണ്ടെന്ന്. അതായത് ഞങ്ങൾക്ക് അറിയാത്ത ഒരു ഉത്കണ്ഠ, ഭയം, പുകവലി ഇവയെല്ലാം ഉണ്ടെന്ന് കരുതുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളവർ തിങ്കളാഴ്ച ദിവസം 5 കർപ്പൂരവില്ലകൾ എടുത്ത് വീടിന് പുറത്ത് നിന്ന് വീടിന് ദൃഷ്ടി ഒഴിച്ച് അതിനുശേഷം ആ കർപ്പൂരവില്ലകൾ വീടിന് പുറത്ത് വെച്ച് കത്തിക്കുക. അങ്ങനെ ചെയ്താൽ വീട്ടിൽ മനസ്സമാധാനം, സന്തോഷം എന്നിവയോടൊപ്പം വീട് നമുക്ക് അനുകൂലമാവുകയും വീടിന് ചുറ്റുമുള്ള ശല്യങ്ങൾ കുറയുകയും നരദൃഷ്ടി കുറയുകയും വീടിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ വീട് നമുക്ക് അനുകൂലമാവുന്നത് ഇതെല്ലാം നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണും.
അതുകൊണ്ട് വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ദുഃഖമോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവാത്തവർ ഇത് തീർച്ചയായും ചെയ്യുക. നല്ല ഫലം ലഭിക്കും. കർപ്പൂരമല്ലേ എന്ന് കരുതരുത്. കർപ്പൂരം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. കർപ്പൂരം കൊണ്ട് ഒരുപാട് പരിഹാരങ്ങൾ ചെയ്ത് ഫലങ്ങൾ നേടാം. അതുകൊണ്ട് നിങ്ങളും ഇത് ചെയ്യുക. തിങ്കളാഴ്ച ചെയ്യുന്നത് നല്ലതാണ്. ഇനി അതിനുശേഷം മഞ്ഞൾപ്പൊടി ഡബ്ബയിൽ ഇത് ഒന്ന് ഇടുക. നാളെ സംകഷ്ടഹര ചതുർത്ഥിയല്ലേ, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഡബ്ബയിൽ ഇത് ഇടുന്നത് വളരെ നല്ലതാണ്. വളരെ അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടാകും. മഞ്ഞൾ എന്ന് പറയുന്നത് മംഗളകരമായതും ശുഭകരമായതുമാണ്. ശുഭങ്ങളെ സൂചിപ്പിക്കുന്നു. അശുഭങ്ങളെ അകറ്റി നമുക്ക് അത്ഭുതകരമായ ഫലങ്ങൾ നൽകുന്നു. പലർക്കും എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ വരുമാനം കൂടുന്നില്ല, എന്റെ ഭർത്താവിന് പണം ലഭിക്കുന്നില്ല, ഞങ്ങൾക്ക് ലഭിച്ചാലും ആ പണം ഇന്ന് വെള്ളം പോലെ ചെലവായി പോകുന്നു. ലഭിക്കുന്നത് വളരെ കുറഞ്ഞ ശമ്പളമാണ്, അതിൽ ഇങ്ങനെ ചെലവായി പോയാൽ ഞങ്ങൾ എന്തു ചെയ്യും എന്ന് പറഞ്ഞ് വിഷമിക്കും. എന്റെ ഭർത്താവിന്റെ വരുമാനം കൂടില്ല, എന്റെ ഭർത്താവിന് വരുമാനം തികയുന്നില്ല, അതായത് വരുമാനം തികയുന്നില്ല. എത്ര കഷ്ടപ്പെട്ടാലും അതിൽ സംതൃപ്തി ഉണ്ടാകില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നാളെ സംകഷ്ടഹര ചതുർത്ഥി ദിവസം നിങ്ങളുടെ വീട്ടിലെ മഞ്ഞൾ പാത്രങ്ങളിൽ ഇത് ഇട്ടാൽ മതിയത്രേ. തീർച്ചയായും എന്താണെന്ന് വെച്ചാൽ ഭർത്താവിന്റെ വരുമാനം വർദ്ധിക്കും. അതുപോലെ തന്നെ നല്ലത് സംഭവിക്കും. കുറച്ചൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെലവുകൾ കുറയും. പണം കണ്ണിന് കാണാനും സാധ്യതയുണ്ടെന്ന് പറയാം. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർമ്മിക്കുക, ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നല്ല ഫലങ്ങൾ കാണാൻ സാധ്യതയുണ്ടത്രേ. ഒന്നുമില്ല, നമ്മുടെ വീടുകളിൽ മഞ്ഞൾ പാത്രങ്ങൾ ഉണ്ടാകുമല്ലോ. ആ മഞ്ഞൾ പാത്രത്തിലെ സാധനം ഇടുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇടുക. അങ്ങനെ ഇട്ടാൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും. ആ മഞ്ഞൾ പാത്രത്തിൽ എന്താണെന്ന് വെച്ചാൽ 2 ഏലക്ക എടുക്കുക. 1 ഏലക്ക ചേർക്കരുത്, 2 ഏലക്ക എടുക്കുക. ഏലക്ക പണത്തെ ആകർഷിക്കുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, പല തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു, എല്ലാ രീതിയിലും നമുക്ക് നല്ലത് വരുത്തുന്നു. അതുകൊണ്ടാണ് 2 ഏലക്ക എടുക്കുക. എടുത്ത ശേഷം നന്നായി പൂജ ചെയ്ത ശേഷം കയ്യിൽ പിടിക്കുക. ഏലയ്ക്കയ്ക്ക് പുഴുക്കുത്ത് ഉണ്ടാകരുത്, അല്ലെങ്കിൽ അവയ്ക്ക് കേടുപാടുകൾ ഉണ്ടാകരുത്. അങ്ങനെയാണെങ്കിൽ അവ പരിഹാരത്തിന് പ്രയോജനപ്പെടില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നല്ല ഏലക്കായുടെ 2 എണ്ണം എടുക്കുക. അങ്ങനെ എടുത്ത് കയ്യിൽ പിടിച്ച്, എന്റെ ഭർത്താവിന്റെ വരുമാനം വർദ്ധിക്കണം, ഞങ്ങൾക്ക് നല്ലത് സംഭവിക്കണം, ഞങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കണം എന്ന് സങ്കൽപ്പിച്ച് ആ 2 ഏലക്ക എടുത്ത് നിങ്ങളുടെ വീട്ടിലെ മഞ്ഞൾ പാത്രത്തിൽ ഇട്ടാൽ മതിയാകും. ഇത് മാറ്റേണ്ട ആവശ്യമില്ല. 2 മാസം വെക്കാം, 1 മാസവും വെക്കാം. എപ്പോഴെങ്കിലും എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവയെ എവിടെയും വലിച്ചെറിയരുത്. ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇട്ടാൽ മതിയാകും. അതുപോലെ തുളസി ചെടിയുടെ ചുവട്ടിൽ മാത്രം ഇടരുത്. മറ്റ് ചെടികളുടെ ചുവട്ടിൽ എവിടെ ഇട്ടാലും നല്ല ഫലം ലഭിക്കും. ഇത് വെച്ചതിനു ശേഷം നമ്മുടെ വീടിനും നല്ലത് സംഭവിക്കും. അതുപോലെ നിങ്ങൾ പാചകം ചെയ്യുന്ന കറികളിൽ രുചിയില്ല, ഞങ്ങൾ എത്ര താൽപര്യം കാണിച്ചാലും രുചി വരുന്നില്ല എന്ന് കരുതുന്നവർക്കും കറികളിൽ എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വളരാനും, അതുപോലെ കറികൾ നല്ലതാകാനും, വീണ്ടും വീണ്ടും കരിഞ്ഞു പോകാതിരിക്കാനും, അതുപോലെ ഭർത്താവിന്റെ വരുമാനം വർദ്ധിക്കാനും ഇവയ്ക്കെല്ലാം ഈ ഏലയ്ക്ക നല്ല രീതിയിൽ ഉപയോഗപ്രദമാകും. വളരെ നല്ല ഫലം നൽകും. അതുകൊണ്ട് ഇതും ചെയ്ത് ഫലം നേടുക. ഇനി നിങ്ങൾ